എടി പെണ്ണേ, എന്തമ്മ? ഇന്നെന്റെ പിറന്നാളാണെങ്കിൽ നീ എനിക്ക് എന്നിട്ട് ഉണ്ടാക്കി തരിക? അമ്മയുടെ പിറന്നാൾ ഇന്നാണോ? അമ്മയുടെ പിറന്നാൾ ഇന്നാണെങ്കിൽ ഞാനിപ്പോ എന്താ ഉണ്ടാക്കി തരിക? സദ്യ ഉണ്ടാക്കി തരാം. ഒരു പായസം വെച്ച് സദ്യ ഉണ്ടാക്കി തരാം. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഉം. നമ്മയുടെ പിറന്നാളെന്ന് അങ്ങോട്ട് വിചാരിക്കുക, അതെങ്ങനെയത്? ഒരു പായസം അങ്ങോട്ട് വെച്ചോ. ആ, അത് നല്ല ഐഡിയ ആട്ടോ. എന്തായാലും പായസം കുടിക്കണമെങ്കിൽ അത് പറഞ്ഞാ പോരെ, അതിന് പിറന്നാളെന്നൊക്കെ പറയണ. അങ്ങോട്ട് വിചാരിച്ച പിറന്നാളാന്ന്. പിറന്നാള് പിറന്നാളുകാർക്ക് ഇപ്പൊ എന്തിട്ട് പായസം വേണ്ടേ? കടലപ്പരിപ്പ് കൊണ്ട് ഉണ്ടാക്കിയ കടലപ്പരിപ്പ്. ഓക്കെ, ഉണ്ടാക്കാട്ടാ. ഉം. ബർത്ത്ഡേയുടെ ചെലവ് ഇങ്ങോട്ട് തരണം കേട്ടാ. അടിപൊളി പായസം അങ്ങോട്ട് വെക്കും. ഇന്ന് നമ്മൾക്ക് വടപ്പരിപ്പ് വെച്ചിട്ട് ഒരു പായസം ഉണ്ടാക്കിയാലോ? അതിനിടെ നമ്മൾ കുറച്ച് വടപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. നമുക്കത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അതൊന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് ഒന്ന് കഴുകിയെടുക്കാം. നന്നായിട്ട് തിരുമ്മി കഴുകിയതിന് ശേഷം നമുക്ക് കുക്കറിലിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് അങ്ങ് വേവിച്ചെടുക്കണ്ട, എന്നാൽ അത്യാവശ്യം വേവും വേണം. ഇത്തിരി കടിക്കാനൊക്കെ ഉണ്ടെങ്കിലാണ് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് പരിപ്പ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് ശർക്കര പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ മധുരത്തിനനുസരിച്ച് ശർക്കര പൊടി ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് മെൽറ്റ് ആക്കി എടുക്കാം. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും, നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ട്. നമ്മൾ പരിപ്പ് വേവിച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്ത് കുറുകി വരുമ്പോൾ നമുക്ക് അതിലേക്ക് രണ്ടാം പാലും പിന്നെ കുറച്ച് നെയ്യും ഏലക്കായപ്പൊടിയും ചുക്കുപൊടിയും കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി വറ്റിച്ചെടുക്കുക. അതൊന്ന് വറ്റി വരുമ്പോൾ ഒന്നാം പാൽ ഒഴിച്ച് ഒന്ന് തിളച്ച് കുറുകി വരുമ്പോൾ അതിലേക്ക് കുറച്ച് മുന്തിരിയും നട്ട്സും കൂടെ നെയ്യിൽ വറുത്തതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ അതേ നമ്മുടെ കടലപ്പരിപ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പായസം പായസായ കുടിച്ചു വയ്ക്കാൻ നല്ലതായെന്ന് ഇഷ്ടപ്പെട്ടാ? ഒരു കാര്യം ചെയ്യും, ഒരു പ്ലേറ്റും ഒരു പഴം എടുത്തിട്ട് വാ. പപ്പടം വേണോ? പപ്പടം വേണ്ട, പഴം മതി. പഴം മതി. എടുത്തിട്ട് വരാം. ഒരു പഴമല്ല, 2 പഴം എടുത്തിട്ടുണ്ട്. പപ്പടത്തിനേക്കാളും നല്ലത് പഴം കൂട്ടി ഒരു പെടയുടെ പെടക്കാം പായസത്തിന്. അതാ ചോറൂട് കഴിഞ്ഞപ്പോ തന്നെങ്കിലോ, അതല്ലായിരുന്നു നല്ലത്. കുറച്ചും കൂടി ഒഴിക്കിട്ട് എന്തായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. ആഹാ, സൂപ്പർ. എന്താ ടേസ്റ്റ്. സൂപ്പർ ആയിട്ടുണ്ട്. പിറന്നാളും ആയി.